ഇന്ന് എല്ലാവരുടെയും പ്രശ്നമാണ് ഒന്ന് മുടി കൊഴിച്ചൽ, പിന്നെ അകാല നര. ഇതിന് രണ്ടുമുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഇന്ന് ഈ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഒരു 14 വയസ്സാകുമ്പോൾ തുടങ്ങും, നര തുടങ്ങുന്നുണ്ട്. അതിലും മുന്നേ തുടങ്ങുന്നുണ്ടോയെന്ന് വെച്ചാൽ ചില കുട്ടികൾക്കുണ്ട്. പിന്നെ മുടി കൊഴിച്ചൽ, ഇപ്പം നമ്മുടെ മുടി നന്നായി വളരാനും പലർക്കും നേരിയ മുടിയായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും നല്ല സ്ട്രോങ് ഇല്ലാത്തതുമായ മുടിയായിരിക്കും. അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന സൾഫർ. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല മുടി നര വരാതിരിക്കാനും. അപ്പോൾ കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു തോത് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കാം. പിന്നെ പലർക്കുള്ള പ്രശ്നമാണ് ഈ ഉള്ളി ഉപയോഗിക്കുമ്പം വല്ലാത്തൊരു സ്മെല്ല് വരും മുടിയിൽ. അത് മാറാനുള്ള ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം. വലിയ ഉള്ളി ഇട്ടാൽ ഇത്രയും നമുക്ക് എഫക്റ്റ് കിട്ടില്ല. പിന്നെ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ ഉള്ളി ഇതിന് പകരം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോവുക, പിന്നെ നമ്മൾ ഈ പാർട്ടീഷൻ എടുക്കുന്ന സൈഡ് ഉണ്ടല്ലോ, അവിടെ ആ ഒരു ഗ്യാപ്പ്, നമ്മുടെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിങ്ങനെ കൂടി വരും. നമുക്ക് നന്നായി തന്നെ വെളുത്തിങ്ങനെ കാണും. അതിൻ്റെ അർത്ഥം നമ്മൾ നന്നായി മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, എന്നാലും ചീപ്പിലാവട്ടെ നിലത്താണെങ്കിലും ഒക്കെ നമ്മളെ മുടി കാണാൻ തുടങ്ങും. ഇതൊക്കെയാണ് കേട്ടോ മുടി കൊഴിച്ചിലിൻ്റെ തുടക്കം. ഇത് കുട്ടികൾക്ക് വരെയുണ്ട്, സ്ട്രെസ്സാണെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ചെറിയ ഉള്ളി മുഴുവനായി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അരച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നുള്ളത്. ഇനി നമുക്ക് ഒട്ടും വെള്ളം തൊടാതെ തന്നെ ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടുന്നതാണ്. ചെറിയ മിക്സിയുടെ ജാർ എടുത്താൽ മതി. ഇപ്പോൾ ഇതായത് നല്ല സ്മൂത്തായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, വെണ്ണ പോലെയുണ്ട്. മുടി വളർച്ചയ്ക്ക് ഒണിയൻ ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഈ ഉള്ളി 7 ദിവസം എണ്ണയിൽ മുറിച്ചിട്ട് അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇന്ന് നമ്മളൊരു പാക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒലീവ് ഓയിലാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങളെടുത്ത് ഏത് ഓയിലാണെന്നുള്ളത് അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിൽ ഏതായാലും മതി കേട്ടോ. പിന്നെ ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല. അത് ചേർത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അടി കട്ടിയുള്ള ഒരു പാനിലേക്ക്, ഇത് ഞാനൊരു കുഞ്ഞ് അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അധികം തിളച്ച് കുറുകയൊന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് ഇളമൊന്ന് ചൂടായാൽ മാത്രം മതി. എല്ലാം ഒന്ന് ഒരുമിച്ച് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ ഒന്ന് ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോഴിത് ഓഫ് ചെയ്യാം കേട്ടോ. അധികം തിളച്ച് വറ്റേണ്ടതൊന്നും ആവശ്യമില്ല. എണ്ണ ഒന്ന് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, എണ്ണ ഇതായി തിളക്കാൻ തുടങ്ങി. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമുള്ളത് ഫ്ലാക്സ് സീഡാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ പാക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാ മുടി കൊഴിച്ചിലും മാറി മുടി നന്നായി കിളിർത്ത് വരാൻ തുടങ്ങും. അപ്പോൾ 1 മാസം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തത്. ഫ്ലാക്സ് സീഡ് നമുക്കിപ്പോൾ എല്ലാ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഓൺലൈനിലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ ചെറിയ തീയിൽ തിളപ്പിച്ച് എടുത്തതാണിത്. ആ തിളച്ച് നമ്മൾ കുറുകി ഏകദേശം നമ്മൾക്ക് ആവശ്യമുള്ളത്ര ഒരു പാകത്തിൽ അതൊരു ജൽ രൂപത്തിൽ വരും. അപ്പോൾ തന്നെ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. തണുക്കാൻ വെക്കരുത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയാവും, പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു കോട്ടൺ നെറ്റ് തുണിയോ കോട്ടൺ തുണിയോ എടുത്ത് നമുക്ക് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിലിട്ടാൽ മതി കേട്ടോ. നെറ്റ് തുണിയാകുമ്പോൾ നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് ചൂടോടുകൂടി ആയതുകൊണ്ട് ഞാനിതുപോലെ അരിപ്പയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇത് ജെല്ലാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പാക്ക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെടും, കാരണം രണ്ടും കുറച്ചൊരു ജെൽ രൂപത്തിലുള്ളത് തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരിക്കലും മിക്സിയിൽ അടിക്കരുത് കേട്ടോ. നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി തന്നെ യോജിക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി സെപ്പറേറ്റായി നിൽക്കാൻ പാടില്ല. എത്ര മുടി കൊഴിച്ചിൽ വന്ന് ഇതുപോലെ കോല് പോലെ ആയിട്ടുള്ള മുടിയാണെങ്കിലും കൂടി നമുക്കത് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇതിന് ഈ ഒരു സ്ട്രിപ്പിന് 40 രൂപയുള്ളൂ കേട്ടോ വില. അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങി വെക്കാൻ പറ്റും. അപ്പോൾ 2 സ്ട്രിപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2
ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ റോസ്മേരി ഓയിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ റോസ്മേരി ഓയിൽ കൂടി വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് പകരം അത് ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ റോസ്മേരി ഓയിൽ വാങ്ങിയത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം. അതും നല്ല എഫക്റ്റീവാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിലേക്ക് 2 ക്യാപ്സ്യൂൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാക്ക് ഇടുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി ഇതിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂർ മുടിയിൽ വെക്കാം. ഇതൊരിക്കലും നീരിറക്കം വരുന്നതല്ല. കാരണം പണ്ടൊക്കെ അമ്മമാർ നീരിറക്കം വരുന്ന കുട്ടികൾക്ക് വരെ എണ്ണയിൽ ചെറിയ ഉള്ളി ഇട്ട് കാച്ചിട്ടാണ് തലയിൽ തേച്ച് കൊടുക്കാറ്. അപ്പോൾ ചെറിയ ഉള്ളി ഒരിക്കലും നീരിറക്കം വരില്ല എന്നാണ് അമ്മമാർ പറയാറ്. അപ്പോൾ അതുകൊണ്ട് ഈ പാക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി തന്നെ തലയിൽ ഇടാം കേട്ടോ. ഇപ്പോൾ ഇതാ മുടി ഇങ്ങനെ കട്ടിൽ, എൻ്റെ മുടി നന്നായി കൊഴിഞ്ഞ് നെറ്റിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നന്നായി തന്നെ മുടി വളർന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പം കുറേ നേരത്തെ പുറത്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് മാത്രം ചൂടാക്കാം. പിന്നെ കഴുകി കളയുമ്പോൾ തണുത്ത വെള്ളത്തിൽ ആദ്യം ഒന്ന് നമ്മുടെ സാധാരണ ചെമ്പരത്തി താളിയിലേക്ക് കുറച്ച് ഷാമ്പു ചേർത്ത് തണുത്ത വെള്ളത്തിൽ തന്നെ മുടി കഴുകാം. അപ്പം നന്നായി ഉള്ളിയുടെ മണം പോയി കിട്ടും. അപ്പോൾ അതായത് ഞാൻ മുടി കഴുകിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത്രയും ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.